ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു, ലീവിന് വന്നതാട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും അമ്മയും കൂടെ ഒരു സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് അറിയോ? നമ്മുടെ തൃശ്ശൂരിലെ പുതിയ സൂ വരുന്നത് ഞങ്ങളുടെ വീടിനടുത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുന്നത് എൻ്റെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ മക്കുവിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഒരു ചെറിയ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ആ ശുങ്കുടുമണി. ഇവനെ കാണാനാണ് ഞങ്ങൾ 3 പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതേപോലെ തന്നെ ഒരു കുറുമ്പില്ല, ഒന്നുമില്ല. വാശിയുണ്ട്, ചെറുതായിട്ടൊരു വാശിയുണ്ട് അവന്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതേപോലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ആശാന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ക്യാമറയിൽ നോക്കിയിട്ട് ചിരിക്കില്ല, ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് ഇവന്. ചെറുപ്പത്തിലേ ഇവൻ ആറ്റിറ്റ്യൂഡാണ്. അപ്പം വലുതായി കഴിഞ്ഞാൽ എന്തായിരിക്കും ദൈവമേ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം പാവത്തിന് ഉറക്കമൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവനെ നമ്മൾ എടുത്ത് ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഭയങ്കര ഹാപ്പിയാണ്. അതിന് പകരം ഇവനെയും കൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ കരയും. ഇതിവൻ്റെ കുറുമ്പാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പറയുകയാണ്, എങ്ങനെയാടി നിൻ്റെ മുടി ഇത്രയും പെട്ടെന്ന് വളർന്നതെന്ന്. അപ്പോൾ എനിക്കും അറിഞ്ഞുകൂടാ അത് എങ്ങനെയാണ് വളർന്നതെന്ന്. നമ്മൾ എത്ര വലിയ പിള്ളേരാണെങ്കിലും ഈ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കി വെക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.